അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ വേരിയബിൾസ് എന്ന് പറഞ്ഞേക്കുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വേരിയബിൾസ് അതായത് ഐഡന്റിഫയർ പോലെ തന്നെ ഇറ്റ്സ് ആൻ ഐഡന്റിഫയർ, ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുക. അപ്പോൾ നമ്മൾ അതിന് ചെയ്ത കുറേ എക്സാമ്പിളുകൾ നമ്മൾ ചെയ്തു. നമ്മൾ എന്താണ് വേരിയബിൾ എന്നുള്ളത് ഡിക്ലറേഷൻ സമയത്ത് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഇൻഡ് എ എന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് വേരിയബിൾ ആണ്. ഇൻഡ് എ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ അത് വേരിയബിൾ എന്ന് പറയുന്നത് നമ്മൾ മെമ്മറി ഡേറ്റ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഐഡന്റിഫയർ, അതിനാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുക. അപ്പോൾ അങ്ങനെയുള്ള വേരിയബിളിന്റെ കാര്യങ്ങൾ ഇത് ഓൾറെഡി ഞാൻ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞാണ്. C language, a variable is named the location of memory where the program can manipulate data. അതായത് ഇതിന്റെ തിയറി പാർട്ടൊന്നും ഞാൻ അങ്ങനെ പറയുന്നില്ല. വേരിയബിൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഡ് എ ഈക്വൽ ടു ഇൻഡ് മാർക്ക് ഈക്വൽ ടു 95. ഇൻഡ് മാർക്ക് ഈക്വൽ ടു 95 മീൻസ് മാർക്ക് എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്. അങ്ങനെ അപ്പോൾ ഒരു വേരിയബിൾ നമ്മൾ ഡിക്ലെയർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയുള്ള പല ടൈപ്പിലുള്ള വേരിയബിളുകൾ നമ്മൾ പ്രോഗ്രാമിൽ യൂസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ മാർക്ക് ഈക്വൽ ടു 95 മീൻസ് അതിലേക്കുള്ള വാല്യൂസ് ഓരോന്നോരോന്നായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിനെയാണ് നമ്മൾ വേരിയബിൾ എന്ന് പറയുക. അപ്പോൾ എന്താണ് വേരിയബിൾ എന്നുള്ളതും വേരിയബിളിലേക്ക് എങ്ങനെയാണ് വാല്യൂ കൊടുക്കുന്നത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ വേരിയബിളിന് എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ? ഒരു വേരിയബിളിനെ സംബന്ധിച്ച് എന്തൊക്കെ കാര്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്? ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? വേരിയബിളിനെ സംബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്ന കാര്യങ്ങൾ പഠിക്കണം ഒരു വേരിയബിളിനെ സംബന്ധിച്ചെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഡിക്ലറേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഡെഫിനിഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ ശേഷം അതിലേക്ക് അസൈൻമെന്റ് ഉണ്ടാവും. ദാറ്റ് ഈസ് വാല്യൂ ആ വേരിയബിളിലേക്ക് ഒരു വാല്യൂ അസൈൻ കൊടുക്കണം. അപ്പൊ അതിനാണ് ഇപ്പൊ ഇവിടെ കമ്പൈലർ റണ്ണ് വാല്യൂ അസൈൻ ചെയ്യുന്നത് രണ്ട് രീതിയിൽ. അത് കമ്പൈല് റൺ എന്ന് പറഞ്ഞിട്ട്, കമ്പൈൽ ടൈമും അല്ലെങ്കിൽ റൺ ടൈം എന്ന് പറഞ്ഞിട്ട് വാല്യൂ അസൈൻ ചെയ്യുന്ന മെത്തേഡ്. അപ്പൊ ഇത് നമ്മളിപ്പോ ഇവിടെ നമ്മളൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തു, ഇൻഡ് എ എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ആ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലോട്ട് ബി സി എന്ന് പറഞ്ഞിട്ടുള്ള വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. അപ്പോൾ ഒരു വേരിയബിളിനെ സംബന്ധിച്ച് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ആ വേരിയബിളിന് ഡിഫറെന്റ് സ്റ്റേജുകൾ എന്ന് പറയുന്നത്, ഒന്ന് വേരിയബിളിന് ഡിക്ലറേഷൻ വരും, ഡെഫിനിഷൻ വരും, അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്ന കാര്യങ്ങൾ വരും. ഇപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ഡിക്ലറേഷനും ഡെഫിനിഷനും ഒരുമിച്ചാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വേരിയബിളിന്റെ ഡിക്ലറേഷനും ഡെഫിനിഷനുമാണ്. അപ്പോൾ ഡിക്ലറേഷനിലും ഡെഫിനിഷനിലും ചെയ്യുക മീൻസ് അത് നമ്മുടെ കമ്പ്യൂട്ടറിനോട് പറയുന്ന കാര്യങ്ങളാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ആ വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് എന്താണ്, എന്ത് ടൈപ്പിലുള്ള വാല്യൂ ആണ് അത് ഹോൾഡ് ചെയ്യണത്, അതിന്റെ പേരെന്താണ്. ഇതിനെയാണ് ഒരു വേരിയബിളിന്റെ ഡിക്ലറേഷനിൽ നമ്മൾ കമ്പ്യൂട്ടറിനോട്, നമ്മുടെ കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് വാല്യൂ? ഇപ്പോൾ ഇൻഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എഴുതി കഴിയുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ മെമ്മറിയിൽ നമ്മുടെ കമ്പ്യൂട്ടറിന്റെ കമ്പൈലർക്ക് മനസ്സിലാവും എ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ ആണ്, അത് ഇൻഡിജർ ടൈപ്പിലുള്ള ഒരു വാല്യൂ ഹോൾഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേരിയബിൾ ആണ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ബിയും സിയും എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കഴിയുമ്പോൾ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്നത് ബി എ സി എന്ന് പറയുന്നത് രണ്ട് വേരിയബിൾ ആണ്. ആ വേരിയബിൾ എന്ന് വെച്ചാൽ അത് എന്ത് ടൈപ്പിലുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പിലുള്ള വാല്യൂ ആയിരിക്കും കമ്പ്യൂട്ടർ അത് ഹോൾഡ് ചെയ്യണത്, അല്ലെങ്കിൽ അത് ഹോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിൾ ആണ് ബി എ സി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെയാണ് നമ്മുടെ വേരിയബിളിന്റെ ഡിക്ലറേഷൻ പറയാ. ഇനി അതിലേക്ക് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കുന്ന പേര് ഇൻഡ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വാല്യൂ അസൈൻ കൊടുക്കാം. വാല്യൂ നമ്മൾ അസൈൻ കൊടുക്കാണ്ട് നമ്മൾ രണ്ട് മെത്തേഡിൽ വാല്യൂ അസൈൻ ചെയ്യാൻ നമ്മൾ പറഞ്ഞായിരുന്നു. ഒന്ന് കമ്പൈൽ ടൈമും രണ്ട് റൺ ടൈമും, അല്ലെങ്കിൽ സ്റ്റാറ്റിക് അസൈൻമെന്റും ഡൈനാമിക് അസൈൻമെന്റും. കമ്പൈൽ ടൈം ഇപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഇത് കമ്പൈൽ ടൈം ആണ്. അതായത് ഇൻഡ് എ ഈക്വൽ ടു 10 എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് കമ്പൈൽ ടൈം ആണ്. ഇനി റൺ ടൈം അസൈൻമെന്റ് ഉണ്ടാവും. റൺ ടൈം മീൻസ് നമുക്ക് സ്കാനഫ് പോലെയുള്ള ഇൻപുട്ട് സ്റ്റേറ്റ്മെന്റുകൾ യൂസ് ചെയ്തുകൊണ്ട്, ഫംഗ്ഷൻസ് യൂസ് ചെയ്ത് നമ്മൾ കൊടുക്കുന്നതാണ് നമ്മുടെ റൺ ടൈം അസൈൻമെന്റ്. അതായത് അവിടെ നമ്മൾ വാല്യൂ കൊടുക്കുന്നത് പ്രോഗ്രാം റൺ ചെയ്യണ എപ്പോഴാണോ, റൺ ചെയ്ത് കഴിയുമ്പോൾ അതിനൊരു വാല്യൂ കിട്ടും. മറ്റേത് അങ്ങനെയല്ല, പ്രോഗ്രാം കമ്പൈൽ ചെയ്ത് കഴിയുമ്പോൾ തന്നെ എക്ക് ഓൾറെഡി ഒരു വാല്യൂ അവിടെ അസൈൻഡ് ആണ്. അങ്ങനെയുള്ള ഡിഫറെന്റ് ടൈപ്പിലുള്ള അസൈൻമെന്റ്. ഇതാണ് നമ്മൾ വേരിയബിളിന്റെ ഇതിന്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ വഴി പഠിച്ചതാണ്. Then move on to next topic, C input and output functions. C input and output functions നമ്മൾ ഓൾറെഡി പല പ്രോഗ്രാമുകളിൽ നമ്മൾ C input and output functions ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും C input function? Input function മീൻസ് നമ്മളൊരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ കൊടുക്കണം. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസ് ഏതാണ്? ദാറ്റ് ഈസ് കോൾഡ് ഇൻപുട്ട് ഫങ്ഷൻസ്. ഔട്ട്പുട്ട് ഫങ്ഷൻസ് മീൻസ് നമുക്കൊരു റിസൾട്ട് വേണം, ആ റിസൾട്ട് നമുക്ക് എവിടെയെങ്കിലും ഡിസ്പ്ലേ ചെയ്യണം. ആ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫങ്ഷൻസിനെയാണ് ഔട്ട്പുട്ട് ഫങ്ഷൻസ് പറയുക. അപ്പൊ നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ ഇപ്പോൾ പല പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് ഇൻപുട്ട് ഫങ്ഷൻസ്. ഇൻപുട്ട് ഫങ്ഷൻസ് മീൻസ് നമ്മൾ സ്കാനഫ് യൂസ് ചെയ്തു.
നമ്മുടെ പ്രോഗ്രാമിൽ നമ്മൾ സ്കാൻഎഫ് യൂസ് ചെയ്തു. ആ സ്കാൻഎഫ് യൂസ് ചെയ്യാൻ വേണ്ടി പ്രോഗ്രാമിനെ നമ്മൾ കീബോർഡിൽ നിന്ന് വാല്യൂ അക്സെപ്റ്റ് ചെയ്യും. സോ സ്കാൻഎഫ് ഈസ് ആൻ ഇൻപുട്ട് ഫംഗ്ഷൻ. അപ്പോൾ ഇൻപുട്ട് ഫംഗ്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സി ലാംഗ്വേജ് എന്നല്ല, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലും ഒരു വാല്യൂ റിസീവ് ചെയ്യാനായിട്ട്, ഒരു ഡേറ്റയിലേക്ക് ഒരു വാല്യൂ, ഒരു വേരിയബിളിലേക്ക് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റന്റിലേക്ക് അല്ലെങ്കിൽ വാല്യൂ റിസീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസിനെയാണ് ഇൻപുട്ട് ഫംഗ്ഷൻസ് പറയുക. എക്സാമ്പിൾ പറഞ്ഞാൽ സ്കാൻഎഫ് നമ്മുടെ ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. കാരണം സ്കാൻഎഫ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു വാല്യൂ അക്സെപ്റ്റ് ചെയ്യുന്നത്. ഔട്ട്പുട്ട് ഫംഗ്ഷൻ എന്താണോ നമ്മൾ ഉപയോഗിക്കുന്നത്, നമുക്ക് എന്തെങ്കിലും നമ്മുടെ സ്ക്രീനിൽ പ്രിന്റ് ചെയ്യണം. അങ്ങനെ സ്ക്രീനിൽ ഒരു റിസൾട്ട് പ്രിന്റ് ചെയ്യണമെങ്കിൽ, ഡിസ്പ്ലേ ചെയ്യണം, അവിടെ സ്ക്രീനിൽ എവിടെയെങ്കിലും റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസിനെയാണ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് പറയുക. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച പ്രകാരം നമുക്ക് രണ്ട് ഇൻപുട്ട് ഫംഗ്ഷനും ഒരു പ്രിന്റ്എഫും ഒരു സ്കാൻഎഫും മാത്രമേ അറിയൂ. പക്ഷെ നമ്മൾ അറിയാതെ യൂസ് ചെയ്ത വേറെ ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ഉണ്ട്. ഗെറ്റ് സി എച്ച് നമ്മുടെ ഒരു ഇൻപുട്ട് ഫംഗ്ഷൻ ആണ്. ഗെറ്റ് സി എച്ച് മീൻസ് ഒരു ക്യാരക്ടർ ഗെറ്റ് ചെയ്യാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്യും. അങ്ങനെ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസിനെയാണ് ഇൻപുട്ട് ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് പറയുക. ഇനി സി ലാംഗ്വേജിൽ ഏതൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്പുള്ള ഫംഗ്ഷൻസ്? ഇനി ഈ ഇൻപുട്ട് ഫംഗ്ഷൻസും ഔട്ട്പുട്ട് ഫംഗ്ഷൻസും സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഹെഡർ ഫയൽ ഉണ്ട്. നേരത്തെ ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കമ്പ്യൂട്ടറിന് എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഫംഗ്ഷൻസ് മാത്രം യൂസ് ചെയ്താൽ മതി. അതിന് വേണ്ടിയിട്ട് അത് സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഹെഡർ ഫയൽ, ഇൻപുട്ട് ഫംഗ്ഷനും ഔട്ട്പുട്ട് ഫംഗ്ഷനും സേവ് ചെയ്തേക്കുന്ന ഹെഡർ ഫയൽ stdio.h, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ഹെഡർ ഫയൽ. ഇപ്പൊ നമ്മൾ പ്രോഗ്രാം ചെയ്ത് കഴിയുമ്പോൾ ഹാഷ് ഇൻക്ലൂഡ് stdio.h എന്ന് പറഞ്ഞ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷമാണ് നമ്മൾ പ്രിന്റ്എഫും സ്കാൻഎഫും ഒക്കെ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇനി ഹാഷ് ഇൻക്ലൂഡ് stdio.h ഉപയോഗിക്കാൻ മറന്നുപോയെന്ന് വിചാരിക്കുക. അത് മറന്നുപോയി വിചാരിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുമ്പോൾ നമുക്കൊരു എറർ വരും. പ്രിന്റ്എഫ് ഓർ സ്കാൻഎഫ് നീഡ് അല്ലെങ്കിൽ മസ്റ്റ് ഹാവ് എ ഹെഡർ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വരും. അതായത് പ്രിന്റ്എഫ് സ്കാൻഎഫ് എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തേക്കുന്ന ഹെഡർ ഫയല് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ മീനിങ്. അപ്പോൾ അത് നമ്മൾ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻസിനെ എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ഹെഡർ ഫയൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന്റെ ഡെഫിനിഷൻസ് എല്ലാം എഴുതി വെച്ചേക്കുന്ന ഹെഡർ ഫയൽ എന്ന് പറയുന്നത് stdio.h എന്ന് പറയുന്ന ഹെഡർ ഫയൽ, ദാറ്റ് ഈസ് സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് .h എന്ന് പറയുന്ന ഹെഡർ ഫയലാണ്. ഇനി ഡിഫറെന്റ് ടൈപ്പിലുള്ള ഫംഗ്ഷൻസ്. അപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ലെങ്കിൽ ഞാൻ കണ്ടിന്യൂ ചെയ്ത് പോവാണ്. റീഡിങ് എ ക്യാരക്ടർ, അതായത് മിക്കവാറും പരീക്ഷകൾക്ക് ചോദിക്കാറുള്ളതാണ്. എക്സ്പ്ലെയിൻ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ഇൻ സി ലാംഗ്വേജ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് ഇൻ സി ലാംഗ്വേജ് എന്ന് പറഞ്ഞ് 2 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കാം, ചിലപ്പോൾ SI ക്വസ്റ്റ്യൻ്റെ ഒരു പാർട്ടായിട്ട് ചോദിക്കാറുണ്ട്. ഫസ്റ്റ് റീഡിങ് എ ക്യാരക്ടർ. നമ്മൾ ഇതുവരെ ഇങ്ങനെ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ റീഡ് ചെയ്തിട്ടില്ല. ഒരു ക്യാരക്ടർ, റീഡിങ് എ ക്യാരക്ടർ, ഒരു ക്യാരക്ടർ മാത്രം റീഡ് ചെയ്യാനുള്ള ഫംഗ്ഷൻസ്. നമ്മൾ നേരത്തെ നമ്മൾ ഡിഫറൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ക്യാരക്ടറും ഉണ്ട്, അതോടൊപ്പം തന്നെ സ്ട്രിങ്ങുകളും ഉണ്ട്. ക്യാരക്ടർ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സിംഗിൾ കോട്ട്സിൽ കൊടുത്തു. ഇപ്പൊ നമ്മുടെ 1 2 എന്ന് മാത്രം അത് എഴുതിയാൽ ഇറ്റ്സ് ആൻ ഇൻഡിജർ നമ്പർ. ദെൻ സിംഗിൾ കോട്ട്സിൽ 1 2 എന്ന് എഴുതിയാൽ ഇറ്റ്സ് എ ക്യാരക്ടർ. ഇതേ 1 2 തന്നെ ഡബിൾ കോട്ട്സിനുള്ളിൽ 1 2 എന്ന് എഴുതിയാൽ ഇറ്റ്സ് ആൻ സ്ട്രിങ്. wait one second കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്യാരക്ടറും സ്ട്രിങ്ങും ഉണ്ട്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് 1 2 എന്ന് പറഞ്ഞിട്ട് അത് എഴുതി കഴിഞ്ഞാൽ അത് ഇൻഡിജർ ആണ്. ഇനി ഇതേ 1 2 തന്നെ സിംഗിൾ കോട്ട്സിലാണ് 1 2 എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അത് ക്യാരക്ടർ ആയിരിക്കും. ഇതേ 1 2 തന്നെ ഡബിൾ കോട്ട്സിനുള്ളിൽ 1 2 എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ അത് സ്ട്രിങ് ആയിരിക്കും. ഇത് തന്നെ എഴുതി കഴിഞ്ഞാൽ സ്ട്രിങ് ആയിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് സ്പെസിഫൈ ചെയ്യുന്ന ക്യാരക്ടേഴ്സിനെ, ഒരു സിംഗിൾ ക്യാരക്ടേഴ്സിനെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ, സിംഗിൾ ക്യാരക്ടർ മീൻസ് ചിലപ്പോൾ എ എന്ന് പറയുന്നത് സിംഗിൾ കോട്ട്സിൽ എ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ സിംഗിൾ ക്യാരക്ടർ. ഇങ്ങനെ പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ഉപയോഗിക്കുന്ന ഒരു സിംഗിൾ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷൻസ് ആണ് getChar and putChar.
അപ്പോൾ ഗെറ്റ് ക്യാർ എന്ന് പറയുന്നത് ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സിംഗിൾ ക്യാരക്ടർ നമ്മുടെ കീബോർഡിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഗെറ്റ് ക്യാർ ഫംഗ്ഷൻ റീഡ്സ് എ ക്യാരക്ടർ ഫ്രം ദ ടെർമിനൽ. ടെർമിനൽ എന്ന് പറയുന്നത് കീബോർഡാണ്. ടെർമിനൽ ആൻഡ് റിട്ടേൺസ് ഇറ്റ്സ് ആസ് ഇൻഡിജർ. ഇനി നമ്മൾ എങ്ങനെ ഒരു ക്യാരക്ടർ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും ആ ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അത് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ക്യാരക്ടർ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാരക്ടർ റിട്ടേൺ ചെയ്യുന്നത് ഇൻഡിജർ വാല്യൂ ആയിരിക്കും. ആ ഇൻഡിജർ വാല്യൂന് ഒരു പേരുണ്ടായിരുന്നു, മറന്നുപോയി എന്താണെന്നുള്ളത്. ഒരു ക്യാരക്ടർ നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാരക്ടറിനെ സിസ്റ്റം ഒരു ഇൻഡിജർ വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. ആ കൺവേർട്ട് ചെയ്യുന്ന ഇൻഡിജർ വാല്യൂവിന് പേരുണ്ട്. എന്തായിരുന്നു പേര്? ആർക്കെങ്കിലും പറയാമോ? ഇൻഡിജർ വാല്യൂവിന് കൊടുക്കുന്ന പേര് ആസ്കി വാല്യൂ. ആസ്കി വാല്യൂ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു സിംഗിൾ ക്യാരക്ടർ കീബോർഡിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഫസ്റ്റ് ഫംഗ്ഷനാണ് ഗെറ്റ് ക്യാരക്ടർ. ആൻഡ് സെക്കൻഡ് ഫംഗ്ഷൻ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി ഗെറ്റ് ക്യാർ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഒരു സിംഗിൾ ക്യാരക്ടർ പ്രിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് പുട്ട് ക്യാർ. ദ പുട്ട് ക്യാർ ഫംഗ്ഷൻ ഡിസ്പ്ലേസ് എ സിംഗിൾ ക്യാരക്ടർ ഓൺ ദി സ്ക്രീൻ ആൻഡ് റിട്ടേൺസ് ദ സെയിം ക്യാരക്ടർ. അപ്പോൾ ഫസ്റ്റ് റീഡിങ് എ ക്യാരക്ടർ, ഒരു ക്യാരക്ടർ മാത്രം റീഡ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഗെറ്റ് ക്യാർ ആൻഡ് പുട്ട് ക്യാർ. അപ്പോൾ നമ്മളിപ്പോൾ റീഡിംഗ് എന്ന് പറയുന്നത് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതി കഴിഞ്ഞാലും അത് എന്താണെന്നുള്ളത് അത് എഴുതണം. ദെൻ നെക്സ്റ്റ് ഇതിന്റെ സിൻടാക്സ് ഉണ്ടാവും. എന്ത് എഴുതി കഴിഞ്ഞാൽ അതിനൊരു സിൻടാക്സ് ഉണ്ട്. അതുപോലെ തന്നെ അതിനൊരു എക്സാമ്പിൾ ഉണ്ടാവും. അപ്പോൾ നോക്കുക, ക്യാരക്ടർ ഗെറ്റ് ക്യാർ എന്ന് പറയുന്നതിന്റെ സിൻടാക്സ്. സിൻടാക്സ് മീൻസ് ഇത് എങ്ങനെയാണ് സ്പെസിഫൈ ചെയ്യേണ്ടതെന്നുള്ളത്. ക്യാരക്ടർ വേരിയബിൾ കൊടുക്കുക ഗെറ്റ് ക്യാർ. പുട്ട് ക്യാർ ആണെങ്കിൽ പുട്ട് ക്യാരക്ടർ വേരിയബിൾ. എന്താണ് നമുക്ക് ആവശ്യമുള്ളത്? ഗെറ്റ് ക്യാർ ആണെങ്കിൽ ഗെറ്റ് ക്യാർ, പുട്ട് ക്യാർ ആണെങ്കിൽ പുട്ട് ക്യാർ. ദെൻ എക്സാമ്പിൾ നോട്ട് ചെയ്യുക. നമുക്ക് ഇന്ന് ചെയ്യാനുള്ള എക്സാമ്പിൾ ആണിത്. എക്സാമ്പിൾ നോട്ട് ചെയ്ത് വയ്ക്കുക. ദെൻ നമ്മൾ മെയിൻ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു ക്യാരക്ടർ ഇൻഡ് സി. ഇവിടെ ഇൻഡിജർ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ക്യാരക്ടർ യൂസ് ചെയ്തേക്കുന്നത്. ഇൻഡിജർ എന്ന് പറഞ്ഞിട്ട് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, അവിടെ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. കാരണം ഇത് റിട്ടേൺ ചെയ്യുന്നത് ഒരു സിംഗിൾ ക്യാരക്ടറാണ് റിട്ടേൺ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ക്യാരക്ടർ വാല്യൂ വേണമെങ്കിൽ ക്യാരക്ടർ വാല്യൂ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. ഇൻഡിജർ ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ക്യാരക്ടർ യൂസ് ചെയ്യാം. CHAR എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടർ വേരിയബിൾ നമ്മൾ ഇതുവരെ ഡിക്ലെയർ ചെയ്ത് പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്തത്. ക്യാരക്ടർ C. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ആ C എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ ആയിട്ട് ഡിക്ലെയർ ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം C equal to get char. C equal to get char മീൻസ് നമ്മുടെ കീബോർഡിൽ നിന്ന് നമ്മൾ ഒരു ക്യാരക്ടർ വാല്യൂ അതിലേക്ക് അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. കീബോർഡിൽ നിന്ന് ഒരു ക്യാരക്ടർ വാല്യൂ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് ഇപ്പം നമ്മളിത് ഈ ക്ലാസ് കഴിയുമ്പോൾ ഇത് നമ്മൾ ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഈ ഇൻഡ് സിയും ക്യാരക്ടർ സിയും എന്ന് പറഞ്ഞിട്ട് നമ്മളോട് ചെയ്ത് നോക്കണം. അപ്പോൾ എന്ത് ചെയ്തു? C equal to get char എന്ന് പറഞ്ഞിട്ട് നമ്മൾ വാല്യൂ അക്സെപ്റ്റ് കൊടുക്കണം. അത് കഴിഞ്ഞതിന് ശേഷം പുട്ട് ക്യാർ എന്തിലാണോ വാല്യൂ വേണ്ടത് ആ വാല്യൂ നമ്മൾ അവിടെ റിട്ടേൺ ചെയ്യും. ദാറ്റ് ഈസ് പുട്ട് ക്യാർ. അപ്പോൾ ഇത് നമ്മുടെ നോക്കുക, നമ്മുടെ സിൻടാക്സുമായിട്ട് ഈക്വലന്റ് ആണ്. സിൻടാക്സ് മീൻസ് ഇത് സിൻടാക്സുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കി എങ്ങനെയായിരിക്കും സിൻടാക്സ് എന്ന് പറയുക. നമ്മൾ യൂസ് ചെയ്യണം നമ്മുടെ ഗെറ്റ് ക്യാർ ആണ് യൂസ് ചെയ്യുന്നത്. ക്യാരക്ടർ വേരിയബിൾ അതായത് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന C എന്ന് പറയുന്നത് ക്യാരക്ടർ വേരിയബിൾ ആണ്. ഈക്വൽ ടു ഗെറ്റ് ക്യാർ, സോറി CHAT എന്നാണ് എഴുതിയിരിക്കുന്നത്, അത് ഗെറ്റ് ക്യാർ എന്നാണ്. T അല്ല, ഇവിടെ R ആണ്. CHAR ഗെറ്റ് ക്യാർ എന്ന് പറയുമ്പോൾ നമ്മുടെ കീബോർഡിൽ നിന്ന് ഒരു ക്യാരക്ടർ നമ്മൾ എൻ്റർ കൊടുക്കുന്നത് എന്താണോ അതൊരു ക്യാരക്ടർ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. ആ ക്യാരക്ടർ സിയിൽ സേവ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പുട്ട് ക്യാർ, അതുപോലെ തന്നെ ഇവിടെ പുട്ട് ക്യാർ നമ്മൾ സിയിൽ ഉണ്ടായിരുന്ന എന്താണോ ആ ഉണ്ടായിരുന്ന സാധനത്തിന് നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇത് ഇൻഡിജർ ആയിട്ടാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്? ഇനി അതല്ല നമ്മുടെ ക്യാരക്ടർ ആയിട്ടാണെങ്കിൽ എന്തായിരിക്കും റിസൾട്ട്? ഇൻഡിജർ ആണെങ്കിൽ എന്താ റിസൾട്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ ചെയ്തു നോക്കി പറയണം. എല്ലാവരും പറയണം ഇൻഡിജർ ആണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ റിസൾട്ട്. ഈ പ്രോഗ്രാം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമ്മുടെ പ്രോഗ്രാം ഇതാണ്. ഒരു ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്ത ക്യാരക്ടർ ഗെറ്റ് ക്യാർ പുട്ട് ക്യാർ എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യുക. അപ്പോൾ അവിടെ രണ്ട് കാര്യങ്ങൾ ഉപയോഗിക്കണം. ഒന്ന്, ആദ്യമേ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇൻഡി C എന്ന് പറഞ്ഞിട്ട് ചെയ്യണം. രണ്ടാമത്തത് ക്യാരക്ടർ CHAR C എന്ന് പറഞ്ഞിട്ട് ചെയ്യണം. രണ്ടും ചെയ്യുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് ക്ലിയർ ആവും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സിംഗിൾ ക്യാരക്ടർ കീബോർഡിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്ത് അത് പ്രിന്റ് ചെയ്യാനുള്ള പ്രോഗ്രാം. സിംഗിൾ ക്യാരക്ടർ, ഫസ്റ്റ് ക്യാരക്ടർ ഇൻപുട്ട് ഫംഗ്ഷൻ ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻ.
അപ്പോൾ getChar എന്ന് പറയുന്ന ഇൻപുട്ട് ഫംഗ്ഷൻ, putChar എന്ന് പറയുന്നത് ഔട്ട്പുട്ട് ഫംഗ്ഷൻ. അപ്പൊ ഇത് ഒരു സിംഗിൾ ക്യാരക്ടറിന് വേണ്ടിയിട്ടാണ്. സോ മൂവ് ഓൺ ടു നെക്സ്റ്റ്, gets ആൻഡ് puts. നമ്മൾ getChar ആൻഡ് putChar എന്ന് പറഞ്ഞാൽ it accepts or prints a single character. പക്ഷെ എപ്പോഴും നമുക്ക് ഒരു ക്യാരക്ടർ മാത്രമായിരിക്കില്ല നമുക്ക് ആവശ്യമുള്ളത്. നമുക്കിപ്പോൾ ഒരാളുടെ പേര് വേണം, ഒരു ലൈൻ ഓഫ് ഒരു കോഡ് വേണം, അല്ലെങ്കിൽ ഒരു സെന്റൻസ് വേണം, ഒരു ലൈൻ വേണം. ഒരു ലൈൻ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻസ് ആണ് gets ആൻഡ് puts. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫങ്ഷൻ gets ആൻഡ് puts. ഓർത്തിരിക്കുക, ഒരു സിംഗിൾ ക്യാരക്ടർ മാത്രം അക്സെപ്റ്റ് ചെയ്യാനാണെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻ getChar putChar ആയിരിക്കണം. ഒരു ലൈൻ ഓഫ് ക്യാരക്ടർ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം, ഒരു ലൈൻ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ഫംഗ്ഷൻസ് gets ആൻഡ് puts ആയിരിക്കണം. gets ആൻഡ് puts. gets means get a line of character, that is a sentence including a space. puts displays a line of sentence including a space. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഔട്ട്പുട്ട് സ്ക്രീൻ ഏതാണ്, ഔട്ട്പുട്ട് സ്ക്രീനിൽ അത് പ്രിന്റ് ചെയ്യും. സിന്റാക്സ്, gets means gets നമ്മൾ സാധാരണ ഉപയോഗിച്ച പോലെ തന്നെ gets വേരിയബിൾ നെയിം എവിടെയാണോ അക്സെപ്റ്റ് ചെയ്തത് അവിടെ കൊടുക്കുക. puts ആണെങ്കിൽ puts ബ്രാക്കറ്റിനുള്ളിൽ എവിടെയാണോ വാരിയബിൾ ഉള്ളത് കൊടുക്കുക. gets ലൈൻ ഓഫ് സ്പേസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഇവിടെ ഒരു പേര് ഓർക്കുക, ഇറ്റ്സ് എ ക്യാരക്ടർ അറേ ആണ്. അത് നമ്മൾ പഠിക്കാൻ പോകുന്ന മറ്റൊരു കാര്യമാണ് ക്യാരക്ടർ അറേ. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്ന കാര്യമുള്ളൂ, നമുക്ക് ഒരു ലൈൻ സേവ് ചെയ്യാനുള്ള സ്പേസും ഒരു ക്യാരക്ടർ സേവ് ചെയ്യാനുള്ള സ്പേസും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. പല ക്യാരക്ടേഴ്സ് കൂടുമ്പോഴാണ് ഒരു സെന്റൻസ് അല്ലെങ്കിൽ വേർഡ് ഉണ്ടാവുക, ഒരു സെന്റൻസ് ഉണ്ടാവുക. അപ്പോൾ ഓരോ ക്യാരക്ടറും സേവ് ചെയ്യാൻ, ഒരു സിംഗിൾ ക്യാരക്ടർ സേവ് ചെയ്യാനുള്ള സ്പേസും ഒരു ലൈൻ സേവ് ചെയ്യാനുള്ള സ്പേസും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കൊരു ലൈൻ സേവ് ചെയ്യാനാണെങ്കിൽ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾ എന്ന് പറയുന്നത് അറേ എന്ന് പറയുന്ന കൺസെപ്റ്റിലായിരിക്കണം. ക്യാരക്ടർ അറേ ആയിരിക്കണം. ആ ടേം ഓർത്തിരിക്കുക, അറേ. ഒന്നിലധികം വേരിയബിളുകളെ വാല്യൂസിന് നമുക്ക് ഒരു സിംഗിൾ ടേമിൽ റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് അറേ. ഇപ്പൊ പേര് മാത്രം ഓർത്തിരിക്കുക, അറേനെ കുറിച്ച് നമുക്ക് പിന്നീട് പറയാം. സോ the gets function reads a line from the standard input and terminating under a new line, terminating new line. Then end of file, EOF represents end of file. അതും ആ ടേം ഓർത്തിരിക്കുക, EOF end of file. ഇനി എങ്ങനെയാണ് ഗെറ്റ്സ് ആൻഡ് പുട്സ് വർക്ക് ചെയ്യുന്നത്? ഗെറ്റ്സ് ആൻഡ് പുട്സ് എങ്ങനെയായിരിക്കും ഗെറ്റ്സ് വർക്ക് ചെയ്യുക, എങ്ങനെയായിരിക്കും പുട്സ് വർക്ക് ചെയ്യുക? ഇവിടെ നോക്കാം. ഗെറ്റ്സ് ഇത് ജസ്റ്റ് നമ്മൾ നേരത്തെ നമ്മൾ എഴുതിയത് ക്യാരക്ടർ എന്ന് മാത്രമേ എഴുതിയുള്ളൂ. CHARFTR. ഡിഫറൻസ് ഓർത്തിരിക്കുക. ദിസ് ഈസ് കോൾഡ് അറേ. ഇപ്പൊ അത് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി, ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മാത്രം മതി. ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നീട് പഠിക്കാം. ഇത് ക്യാരക്ടർ അറേ ആണ്. ഇത് രണ്ടും ഡിഫറെന്റ് ആണ്. ക്യാരക്ടർ STR ബ്രാക്കറ്റിനുള്ളിൽ 100 മീൻസ് 100 ക്യാരക്ടേഴ്സ് ഉള്ള വാല്യൂ നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാൻ പറ്റും. 100 ആൽഫബറ്റ്സ് അല്ലെങ്കിൽ 100 ഡിജിറ്റ്സ്, 100 ക്യാരക്ടേഴ്സ് ഉള്ളത് നമുക്ക് അതിനകത്ത് സേവ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് STR എന്ന് പറയുന്ന വേരിയബിളിനുള്ളിൽ ഒരു ക്യാരക്ടർ മാത്രമേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ദാറ്റ്സ് എ ഡിഫറൻസ്. അപ്പൊ നമുക്ക് ഒരു സ്ട്രിംഗ് എൻ്റർ ചെയ്യണം, ഒരു ലൈൻ ഓഫ് കോഡ് എൻ്റർ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരെണ്ണത്തിലുള്ളത് മാത്രം പറ്റില്ല, അല്ലെങ്കിൽ 1 2 ഉള്ളതിൽ മാത്രം പറ്റില്ല. ഇത് അറേ ആയിരിക്കണം. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ, പിന്നീടുള്ള ക്ലാസ്സിൽ പഠിക്കും. അതിന്റെ സിന്റാക്സ് ഗെറ്റ്സ് ബ്രാക്കറ്റിൽ എന്താണോ വാല്യൂ അക്സെപ്റ്റ് ചെയ്യേണ്ടത്, വാല്യൂ അക്സെപ്റ്റ് ചെയ്യേണ്ട വാല്യൂ കൊടുക്കുക. STR മീൻസ് STR എന്ന് പറയുന്ന ഈ വേരിയബിളിലേക്ക് നമ്മൾ എൻ്റർ കൊടുക്കുന്ന സ്ട്രിംഗ് ഇവിടെ വരും. പുട്സ് നമ്മൾ എൻ്റർ കൊടുത്ത കാര്യങ്ങൾ ഇവിടെ പ്രിന്റ് ചെയ്യും. ഇത് നമ്മൾ പഠിക്കണം. ഇത് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഒന്ന് ചെയ്യാനുള്ളതാണ്. ഗെറ്റ്സ് STR, പുട്സ് STR. ഒരു ക്യാരക്ടർ അറേ നമ്മൾ അതിനകത്തേക്ക് എൻട്രി കൊടുക്കണം. ക്ലിയർ? സോ അപ്പൊ നമ്മൾ 2 എണ്ണം, ഇപ്പൊ 4 എണ്ണം മൊത്തം പഠിച്ചു. getChar, putChar, gets, puts. Then the very familiar one is scanf and printf. Scanf ഫംഗ്ഷനും നമ്മുടെ printf ഫംഗ്ഷനും നമ്മൾ ഓൾറെഡി scanf ഫംഗ്ഷനും printf ഫംഗ്ഷനും പല പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞു. അതിന്റെ സിന്റാക്സ്. Then scanf function is used to accept
ഇൻപുട്ട് വാല്യൂ ഫ്രം ദ കീബോർഡ്. പ്രിന്റ് എഫ് മീൻസ് നമുക്കറിയാം നമ്മൾ എന്താണ് അതിന് നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പ്രിന്റ് എഫ്. സോ സ്കാൻഎഫിന്റെ സിന്റാക്സ് ഓർത്തിരിക്കുക. സ്കാൻഎഫ് കൺട്രോൾ സ്ട്രിംഗ് ആർഗ്യുമെന്റ് 1, ആർഗ്യുമെന്റ് 2 എക്സെട്ര ആർഗ്യുമെന്റ് 2. നമുക്ക് പ്രോഗ്രാം ഒക്കെ നമുക്ക് ചെയ്യാനായിട്ട് അറിയായിരിക്കും. പക്ഷെ നമ്മൾ പലപ്പോഴും നമുക്ക് ഈ സിന്റാക്സ് ചോദിച്ചാൽ സിന്റാക്സ് എഴുതാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് അറിയില്ലായിരിക്കും. പക്ഷേ നമ്മുടെ പരീക്ഷയ്ക്ക് സിന്റാക്സ് മാത്രം എഴുതാൻ പറഞ്ഞുകൊണ്ടായിട്ട് ചോദിക്കും. അതിന് കൃത്യമായിട്ട് ആ സിന്റാക്സ് എഴുതി കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ട് മാർക്കും ഉണ്ടാവും. അപ്പോൾ സ്കാൻഎഫ് എന്ന് പറയുന്ന ഒരെണ്ണത്തിന്റെ സിന്റാക്സ് നമുക്കിപ്പോൾ സ്കാൻഎഫ് വെച്ച് ഒരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും? സ്കാൻഎഫ് നമ്മളൊരു എക്സാമ്പിൾ എഴുതാൻ പറഞ്ഞാൽ സ്കാൻഎഫ് പെർസെൻറ്റേജ് ഡി കോമ ആംപർസെന്റ് എ നമ്മുടെ എക്സാമ്പിൾ എഴുതി. പക്ഷേ ഈ എക്സാമ്പിളിനെ എങ്ങനെ നമ്മുടെ സിന്റാക്സ് ഫോളോ ചെയ്യുന്ന എക്സാമ്പിൾ ആണ്. ദാറ്റ് ഈസ് ദ സ്കാൻഎഫ് യൂസ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം കൺട്രോൾ സ്ട്രിംഗ് ബ്രാക്കറ്റിൽ നമ്മൾ കൊടുക്കുന്ന കൺട്രോൾ സ്ട്രിംഗ് ദാറ്റ് ഈസ് പെർസെൻറ്റേജ് ഡി. ഇത് കൺട്രോൾ സ്ട്രിംഗ് ക്യാൻ ബി എ നമ്പർ ഓഫ് സ്ട്രിംഗ്സ്. ഒന്ന് ഇൻറ്റിജർ ആണെങ്കിൽ പെർസെൻറ്റേജ് ഡി ആയിരിക്കും, ഫ്ലോട്ട് ആണെങ്കിൽ പെർസെൻറ്റേജ് എഫ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ ഡേറ്റ ഏതാണോ ആ ഡേറ്റയ്ക്ക് അനുസരിച്ചിട്ട് ഡിഫറെന്റ് ടൈപ്പിലുള്ള കൺട്രോൾ സ്ട്രിങ്ങുകൾ യൂസ് ചെയ്യണം. ഈ ആർഗ്യുമെന്റ് 1 മീൻസ് നമ്മൾ അതിലേക്ക് കൊടുക്കുന്ന ഫസ്റ്റ് വാല്യൂ ആർഗ്യുമെന്റ് 1. ഇനി നമ്മൾ ഈ സ്കാൻഎഫ് യൂസ് ചെയ്യുന്നത് ഒരു വാല്യൂ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്കാൻഎഫ് വെച്ചുകൊണ്ട് നമുക്ക് ഒന്നിലധികം വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യാം. എങ്ങനെയായിരിക്കും? എഗെയിൻ അപ്പോൾ ഒന്നിലധികം വാല്യൂസ് സ്കാൻഎഫ് ദെൻ പെർസെൻറ്റേജ് ഡി കോമ അല്ലെങ്കിൽ സ്പേസ് കോമ ഇല്ല സ്പേസ് പെർസെൻറ്റേജ് ഡി. ഇവിടെ നമ്മൾ 3 വാല്യൂസ് യൂസ് ചെയ്തിട്ടുണ്ട്. സോ 3 വാല്യൂസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്ത് വേണം? 3 വേരിയബിൾസ് വേണം. ദാറ്റ് ഈസ് 3 വേരിയബിൾസ്. ഒന്നിലധികം വാല്യൂസ് നമ്മളവിടെ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കാൻഎഫ് എന്ന് പറയുന്നത്. സോ ഈ സ്കാൻഎഫ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഓർത്തിരിക്കണം. ദ ഫസ്റ്റ് വൺ, നമ്മൾ ഉപയോഗിക്കുന്ന വേരിയബിളുകൾ ഏതാണോ എത്ര ഒന്നിലധികം വേരിയബിൾസുകളിലേക്ക് വാല്യൂ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ വി മസ്റ്റ് യൂസ് സെപ്പറേറ്റ് കൺട്രോൾ സ്ട്രിംഗ്. ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ട് വന്ന കൺട്രോൾ സ്ട്രിംഗ് അവിടെ യൂസ് ചെയ്യണം. അടുത്തത് ഇൻഡിജർ ടൈപ്പിലോ ഫ്ലോട്ടിംഗ് പോയിന്റ് ടൈപ്പിലോ ഉള്ള വാല്യൂസുകളാണെങ്കിൽ സ്കാൻഎഫ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ അവിടെ നമ്മൾ ആംപർസെന്റ് സൈൻ യൂസ് ചെയ്യണം. ദാറ്റ് ഈസ് വേരിയബിളിന്റെ അവിടെ ആർഗ്യുമെന്റ് അവിടെ നമ്മൾ ആംപർസെന്റ് സൈൻ യൂസ് ചെയ്യണം. ആംപർസെന്റ് സൈൻ മസ്റ്റ് ബി പ്രൊസീഡഡ് വിത്ത് വേരിയബിൾ നെയിം. ദെൻ ഓരോ വേരിയബിൾ നെയിമും കോമ വെച്ച് സെപ്പറേറ്റ് ചെയ്യണം. ഇതെല്ലാം സ്കാൻഎഫിന്റെ റൂൾസ് ആണ്. ഞാൻ വെറുതെ പറയുന്നതല്ല, ഇതെല്ലാം നോട്ട് ചെയ്ത് വെക്കണം. എല്ലാം സ്കാൻഎഫിന്റെ റൂൾസ് ആണ്. പെർസെൻറ്റേജ് ആംപർസെന്റ് സൈൻ ഓരോന്നുള്ളത് കോമ വെച്ചിട്ട് വേണം സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഇനി കൺട്രോൾ സ്ട്രിംഗ് ആൻഡ് ഇറ്റ്സ് വേരിയബിൾസ് മസ്റ്റ് ഫോളോ ഇൻ ഓർഡർ ആൻഡ് നേച്ചർ. ഓർഡറിൽ ഫോളോ ചെയ്യണം, നേച്ചറിൽ ഫോളോ ചെയ്യണം. നേച്ചർ മീൻസ് ഡേറ്റ ടൈപ്പ്. പെർസെൻറ്റേജ് ഡി രണ്ടും ഇൻഡിജർ ആണെങ്കിൽ ഇവിടെ ഇൻഡിജർ ആയിരിക്കണം. ഇത് ആദ്യത്തെ കൊടുത്തത് പെർസെൻറ്റേജ് ഡി എയുടെ ആയിരിക്കും, രണ്ടാമത്തെ പെർസെൻറ്റേജ് ഡി ബിയുടെ ആയിരിക്കും, മൂന്നാമത്തെ പെർസെൻറ്റേജ് ഡി സിയുടെ ആയിരിക്കും. അപ്പോൾ ഇനി ഇതിനിടയിൽ ഒരു ഫ്ലോട്ടിംഗ് പോയിന്റ് ഉണ്ട്. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ബി എന്ന് പറയുന്ന ഫ്ലോട്ടിംഗ് പോയിന്റ് ആണെങ്കിൽ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് പെർസെൻറ്റേജ് ഡി ആയിരിക്കില്ല, പകരം പെർസെൻറ്റേജ് എഫ് ആയിരിക്കും. അപ്പോൾ രണ്ടാമത് കൊടുത്തേക്കുന്ന വേരിയബിൾ പെർസെൻറ്റേജ് എഫ് ആയിരിക്കണം. അപ്പോൾ നമ്മൾ കൊടുത്തേക്കുന്ന നമ്മുടെ കൺട്രോൾ സ്ട്രിങ്ങും ആർഗ്യുമെന്റും തമ്മിൽ അതിന്റെ ഓർഡറിലും അതിന്റെ ഡേറ്റ ടൈപ്പിലും ആ ഒരു മെത്തേഡ് ഫോളോ ചെയ്യണം. അക്കോർഡിംഗ്ലി ആയിരിക്കണം മെത്തേഡ് ഫോളോ ചെയ്യണം. ഇതെല്ലാം സ്കാൻഎഫിന്റെ റൂൾസ് ആണ്. ആംപർസെന്റ് സൈൻ ഇൻഡിജറോ ക്യാരക്ടറോ ഫ്ലോട്ടിംഗ് പോയിന്റ് ഒക്കെ കഴിഞ്ഞാൽ അവിടെ ആംപർസെന്റ് സൈൻ കമ്പൽസറി ആണ്. ആംപർസെന്റ് സൈൻ റെപ്രസെന്റ്സ് ദി അഡ്രസ്. സോ ദാറ്റ് ഈസ് എ സ്കാൻഎഫ്. ഈ സ്കാൻഎഫ് നമ്മൾ പല പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്, പല പ്രാവശ്യം ഇനി നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ പഠിച്ച് നമ്മൾ യൂസ് ചെയ്ത നമ്മുടെ സ്കാൻഎഫിന് എങ്ങനെയാണ് തിയററ്റിക്കലി മാറ്റുന്നത്? ഇതിന്റെ എക്സാമിന് നമ്മുടെ പരീക്ഷയ്ക്ക് എക്സാം എന്ന് പറയുന്നത് എല്ലാം പ്രോഗ്രാം അല്ല. പ്രോഗ്രാം വളരെ കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ പരീക്ഷയ്ക്ക്. ലാബ് എക്സാമിന് മുഴുവൻ പ്രോഗ്രാം ആയിരിക്കും. തിയറി എക്സാമിന് 1-2 പ്രോഗ്രാമേ ഉണ്ടാവുള്ളൂ, ബാക്കി മുഴുവൻ തിയറി ആയിരിക്കും. മുഴുവൻ എക്സൈസും കാര്യങ്ങളും തിയറി ആയിരിക്കും. പക്ഷെ പഠിക്കാൻ വളരെ ഈസി ആയിരിക്കും. കാരണം നമ്മൾ ഇതിനെല്ലാം നമ്മൾ ലാബ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് എക്സ്പെരിമെന്റ് ചെയ്ത് തന്നെ നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആവും. സോ അത് നമുക്ക് എളുപ്പമായിരിക്കും.
അതാണ് സ്കാനർ ഫംഗ്ഷൻ. സോ സ്കാനർ ഫംഗ്ഷൻ ഇതിനു വേണ്ടി പ്രത്യേകിച്ച് സ്കാനർ ഫംഗ്ഷന്റെ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. സോ ഒരു ഇന്റിജർ നമ്പർ ഐ ഉണ്ടെങ്കിൽ ഇന്റിജർ നമ്പർ ചെയ്തു സ്കാനർ %i %i. പല പ്രാവശ്യം നമ്മൾ ചെയ്തേക്കുന്നത് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമിലും നമ്മൾ സ്കാനർ യൂസ് ചെയ്തേക്കുന്നത്. സോ സ്കാനറിനെ കുറിച്ച് വേറെ പ്രത്യേകിച്ച് ഇനി അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ നമുക്ക് ആവശ്യമില്ല. സോ ദെൻ ഇനി ഈ സ്കാനർ ഫംഗ്ഷനിൽ ഈ സ്കാനർ ഫംഗ്ഷനിൽ തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്പിലുള്ള ഫ്ലോട്ടിംഗ് പോയിന്റ് ഇൻഡിജർ ആണ്. ഇതൊക്കെ എല്ലാം ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഓൾറെഡി ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. സ്കാനർ ഫംഗ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് പ്രിന്റ്എഫ്. പ്രിന്റ്എഫ് ഫംഗ്ഷനിൽ നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ. പ്രിന്റ്എഫ് ഫംഗ്ഷനിൽ എന്താണ് നമ്മുടെ പ്രിന്റ്എഫ് ഫംഗ്ഷൻ ഇതാണ് നമ്മുടെ പ്രിന്റ്എഫ് ഫംഗ്ഷൻ. പ്രിന്റ്എഫ് ഫംഗ്ഷനിൽ എന്താണ് നമുക്കുള്ളത്? പ്രിന്റ്എഫിന്റെ മെസ്സേജ്. ദെൻ ഇനി ഈ പ്രിന്റ്എഫ് ഫംഗ്ഷന് നേരെ അതിന്റെ സിന്റാക്സ് ചോദിക്കുകയാണ്. പ്രിന്റ്എഫ് ഫംഗ്ഷൻ എനിക്ക് എന്താണെന്ന് അറിയാം. പ്രിന്റ്എഫ് ഫംഗ്ഷൻ സിന്റാക്സ് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിന്റ്എഫ് മെസ്സേജ് MSG എന്താണോ ഉള്ളത് മെസ്സേജ് പ്രിന്റ് ചെയ്തു. പ്രിന്റ്എഫ് ഫംഗ്ഷൻ സിന്റാക്സ് ആക്കി. ഈ സിന്റാക്സ് ഇതാണ് നമ്മുടെ പ്രിന്റ്എഫ് ഫംഗ്ഷൻ സിന്റാക്സ്. പക്ഷേ ഈ സിന്റാക്സിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ, അതായത് ഇവിടെ എന്തെങ്കിലും വാല്യൂസ് വരുത്തണമെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? കൺട്രോൾ സ്ട്രിംഗ് യൂസ് ചെയ്യണം. പ്രിന്റ്എഫിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പ്രിന്റ്എഫ് അതിന്റെ ബ്രാക്കറ്റ് ഇൻവേർട്ടഡ് കോമാസിനുള്ളിൽ എന്ത് കൊടുത്തിരുന്ന കാര്യങ്ങൾ അത് പ്രിന്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ സിന്റാക്സ്. അപ്പോൾ അതിന്റെ ഉള്ളിൽ അതിനെ കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെസ്സേജുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ഉപയോഗിക്കുന്ന മെസ്സേജുകൾ നമ്മൾ അവിടെ യൂസ് ചെയ്യണം. അവിടെ നമ്മൾ കൺട്രോൾ സ്ട്രിംഗ് കാര്യങ്ങളെല്ലാം അവിടെ നമ്മൾ യൂസ് ചെയ്യണം. അതാണ് നമ്മുടെ പ്രിന്റ്എഫിന്റെ സിന്റാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ പ്രിന്റ്എഫ് നമ്മൾ ഒരുപാട് ഭാഷ യൂസ് ചെയ്ത് അത് വെച്ച് നമ്മൾ പ്രിന്റ്എഫിന്റെ പ്രോഗ്രാം. സോ ക്ലിയർ? ഇങ്ങനെ ഇനി നമ്മൾ അടുത്ത നമ്മളൊന്ന് യൂസ് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ നമ്മുടെ ഫ്ലോട്ടിംഗ് പോയിന്റിന്റെ പ്രോഗ്രാം ചെയ്തായിരുന്നു. ആ പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് പലപ്പോഴും ആവറേജ് കിട്ടിയപ്പോൾ 6 പോയിന്റ് സ്പെസിഫൈ ചെയ്തൊക്കെയാണ് നമുക്ക് ആവറേജ് കിട്ടിയത്. ശരിക്കും നമ്മൾ ഒരു പോയിന്റ് ഡെസിമൽ പോയിന്റുകളൊക്കെ ചെയ്യുമ്പോൾ എത്രയും 2 എണ്ണം മാത്രമേ യൂസ് ചെയ്യുള്ളൂ. അതായത് ഇപ്പോൾ 10.500000 6 ഉണ്ടാവും. നമ്മൾ യൂസ് ചെയ്യുന്നത് 10.50 അല്ലെങ്കിൽ 10.5. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന പേരാണ് ഫോർമാറ്റഡ് ഔട്ട്പുട്ട്സ്. ഒരു പ്രാവശ്യം എക്സാമിനേഷൻ ചോദിച്ചിട്ടുണ്ട് സി ലാംഗ്വേജിലെ ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട്സ്. ഫോർമാറ്റഡ് മീൻസ് ഏറ്റവും റീഡബിൾ ആയിട്ടുള്ള അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഫോർമാറ്റിലേക്ക് നമ്മുടെ ഔട്ട്പുട്ടിനെ അല്ലെങ്കിൽ ഇൻപുട്ടിനെ മാറ്റണം. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ 2 ഫ്ലോട്ടിംഗ് പോയിന്റ് നമ്പറുകളുടെ അല്ലെങ്കിൽ ഇതിന്റെ ആവറേജ് കണ്ടു, ഫ്ലോട്ടിംഗ് പോയിന്റ് ആവറേജ് കണ്ടു കഴിഞ്ഞാൽ ആ ആവറേജ് നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നത് 6 പോയിന്റ് സ്ഥാനത്തിലായിരിക്കും ആവറേജ് കിട്ടുന്നത്. 6 പൊസിഷനിലായിരിക്കും ആവറേജ് കിട്ടുന്നത്. പക്ഷെ നമുക്ക് അത്രയും ആവശ്യം ഉണ്ടാവില്ല. നമുക്ക് 2 പൊസിഷൻ മതിയായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവിടെ യൂസ് ചെയ്തത് എങ്ങനെയാണ്? അവിടെ നമ്മൾ യൂസ് ചെയ്തത് ഇങ്ങനെയായിരുന്നു. പ്രിന്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്തു? %.2d എന്നാണ് നമ്മൾ യൂസ് ചെയ്തത്. %.2f %.2f എന്നാണ് യൂസ് ചെയ്തത്. %.2f എന്ന് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ 2 ഫ്രാക്ഷൻ 2 എണ്ണത്തിൽ മാത്രം നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടും. ഇങ്ങനെ നമുക്ക് ഇൻപുട്ട് ചെയ്യുമ്പോഴും ഔട്ട്പുട്ട് ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ ആവശ്യമനുസരിച്ച് ആവശ്യമുള്ള നമ്പറുകളെ നമുക്ക് പ്രിന്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെ പറയുന്നതിനെയാണ് ഫോർമാറ്റഡ് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്ന് പറയാം. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരെണ്ണമാണ് നമ്മുടെ കൺട്രോൾ സ്ട്രിങ്ങുകൾ. ഈ കൺട്രോൾ സ്ട്രിങ്ങുകൾ ഫോർമാറ്റ് ഔട്ട്പുട്ട് അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമൺ സിന്റാക്സ് ആണ്. ദാറ്റ് ഈസ് എ പെർസെന്റേജ്, then flag, width, precision, length, specifier. അതായത് ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ നമ്മൾ ഇതാണ് ഇതിന്റെ ജനറൽ സിന്റാക്സ്. നമ്മൾ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കിടപ്പുണ്ട്. ഫ്ലാഗ്, വിഡ്ത്ത്, പ്രിസിഷൻ, ലെങ്ത്, സ്പെസിഫയർ. നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രിസിഷൻ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാറുള്ളൂ. ആ പ്രിസിഷൻ വെച്ചാണ് ഇപ്പൊ നമ്മൾ എഴുതിയത് പെർസെന്റേജ് %.2f .2f എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയത്. അപ്പൊ ഇവിടെ ഇതെല്ലാം ക്ലിയർ ആയി. .2f എന്ന് പറഞ്ഞിട്ട് ക്ലിയർ ആയി കഴിഞ്ഞപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ പെർസെന്റേജ് വന്നു. ദെൻ ഫ്ലാഗ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, വിഡ്ത്ത് നമ്മൾ യൂസ് ചെയ്യുന്നില്ല,
പകരം precision. എത്ര precision കൂടി നമുക്ക് വേണ്ടത്? 2 precision. That is 0.2. Then access specifier or control string specifier F. ഇത്രയാണ് നമ്മൾ യൂസ് ചെയ്തത്. ഇങ്ങനെ നമുക്ക് ഇൻപുട്ടിനെയും ഔട്ട്പുട്ടിനെയും ഫോർമാറ്റ് ചെയ്യാം. They are called formatted input and output. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് printf-ന്റെയും scanf-ന്റെയും കൂടെ അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ചിലപ്പോൾ 2 മാർക്കിനൊക്കെ ആയിരിക്കും ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ചോദിക്കുന്നത്, ചിലപ്പോൾ 5 മാർക്കിന് ചോദിക്കും. അപ്പോൾ ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ആണ് ചോദിക്കുന്നതെങ്കിൽ എല്ലാ ഇൻപുട്ടും ഔട്ട്പുട്ടും എഴുതി വെച്ചിട്ട് കാര്യമില്ല. അവിടെ എഴുതേണ്ടത് printf-ഉം scanf-ഉമാണ്. എന്നിട്ട് അത് മാത്രം പോരാ, എങ്ങനെയാണ് അതിനെ ഫോർമാറ്റ് ചെയ്യുന്നത്, ഈ മെത്തേഡ്. ഇപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ നമുക്ക് സ്കാനഫിനെ എങ്ങനെയാണ് ഫോർമാറ്റ് ചെയ്യണത്. എനിക്ക് ഇൻഡ് എ ഡിക്ലെയർ ചെയ്തു. എനിക്ക് ഈ സ്കാനഫിൽ 5 ക്യാരക്ടർ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. 5 ക്യാരക്ടർ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. കീബോർഡിൽ നിന്ന് ഞാനിപ്പോൾ എൻട്രി കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഒത്തിരി നമ്പർ എൻട്രി കൊടുക്കുമായിരിക്കും. എനിക്ക് അത്രയും നമ്പറുകളൊന്നും എൻട്രി ചെയ്യണ്ട. എൻട്രി ചെയ്യണ ആദ്യത്തെ 5 നമ്പറുകൾ മാത്രം അക്സെപ്റ്റ് ചെയ്താൽ മതി. അങ്ങനെയാണ് percentage d, that is percentage. Then width, ഇവിടെ വരുമ്പോൾ precision അല്ല പറഞ്ഞത്, width ആയിരിക്കും. width കാരണം അല്ലെങ്കിൽ ലെങ്ത് രണ്ടും ആകാം. ലെങ്ത് ആയിരിക്കും പറഞ്ഞത്. എത്ര ലെങ്തിലാണ് വേണ്ടത്? 5 ലെങ്തിലാണ് വേണ്ടത്. ആക്സസ് സ്പെസിഫയർ that is d a. അപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി കൊടുക്കുന്ന നമ്പർ, എൻ്റർ നമ്പർ എന്ന് പറഞ്ഞു. നമ്പർ 1 2 3 4 5 6 6 നമ്പർ ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. 6 നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താലും എ എന്ന് പറയുന്ന വേരിയബിളിലേക്ക് അക്സെപ്റ്റ് ചെയ്യുന്നത് 5 നമ്പറുകൾ മാത്രമേ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. കാരണം ഇതിന്റെ ലെങ്ത് കൊടുത്തേക്കുന്നത് 5 ആണ് കൊടുത്തേക്കുന്നത്, അല്ലെങ്കിൽ വിഡ്ത്ത് കൊടുത്തേക്കുന്നത് 5 ആണ് കൊടുത്തേക്കുന്നത്. സോ 5 നമ്പർ മാത്രമേ അതിലേക്ക് അക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇനി ഞാൻ എൻ്റർ കൊടുക്കുന്ന എനിക്ക് 3 നമ്പർ മാത്രം മതിയിരിക്കട്ടെ. 3 നമ്പർ മാത്രം മതിയെങ്കിൽ സ്കാനഫ് ഇവിടെ 5ന്റെ സ്ഥാനത്ത് എന്ത് ചെയ്യും? സ്കാനഫ് എനിക്ക് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യേണ്ടത് 3 നമ്പർ മാത്രമാണ്. That is percentage 3d comma ampersand a. 3 നമ്പർ മാത്രമായിരിക്കും അവിടെ അക്സെപ്റ്റ് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഫോർമാറ്റഡ് ഇൻപുട്ട് സ്കാനഫ് വർക്ക് ചെയ്യണത്. പ്രിന്റ്എഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. പ്രിന്റ്എഫ് എങ്ങനെയാണ് നമ്മൾ പരസ്പരം കണ്ടു കഴിഞ്ഞു. പ്രിന്റ്എഫ് ഫംഗ്ഷൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നത് നമ്മൾ പലവാശ എക്സാമ്പിളിൽ കണ്ടതാണ്. ഡബിൾ വാല്യൂ 4.4f 3 പൊസിഷനുകൾ മാത്രം വർക്ക് ചെയ്യും. ദെൻ ഓരോന്നും 4 ആണെങ്കിൽ 4, 5 ആണെങ്കിൽ 5, എത്രയാണോ ഉള്ളത് അതിന്റെ വാല്യൂസിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഫോർമാറ്റഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഫോർമാറ്റഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ചോദിച്ചാൽ 2 എണ്ണം മാത്രമേ ഉള്ളൂ, സ്കാനഫും പ്രിന്റ്എഫും. ആ സ്കാനഫിലും പ്രിന്റ്എഫിലും അത് എങ്ങനെയാണ് നടക്കുക എന്നുള്ളതാണ് നമ്മുടെ ഫോർമാറ്റഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട്. അപ്പോൾ ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് പറഞ്ഞാൽ നമ്മുടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫംഗ്ഷൻസ് എന്ന് പറയുന്നത് ഒന്ന് ഗെറ്റ് ക്യാർ, പുട്ട് ക്യാർ, ഒരു സിംഗിൾ ക്യാരക്ടേഴ്സ് മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് ഗെറ്റ്സ് ആൻഡ് പുട്ട്സ്, ഒരു ലൈൻ ഓഫ് ക്യാരക്ടേഴ്സ്, ഒരു സെന്റൻസ് ഉൾപ്പെടെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ ഗെറ്റ് യൂസ് ചെയ്യും. അത് പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ പുട്ട്സ് യൂസ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം അടുത്ത ഒരെണ്ണമാണ് നമ്മുടെ പ്രിന്റ്എഫും സ്കാനഫും. പ്രിന്റ്എഫ് സ്കാനഫ് ഒരു കീബോർഡിൽ നിന്ന് വരെ അക്സെപ്റ്റ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും പ്രിന്റ്എഫ് സ്കാനഫ് യൂസ് ചെയ്യും. പക്ഷേ ഈ സ്കാനഫിന് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. സ്കാനഫിനുള്ള 1-2 പ്രോബ്ലംസ്. അതായത് ഒരു ലൈൻ ഓഫ് ക്യാരക്ടേഴ്സ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഒരാളുടെ അഡ്രസ്സ് മൊത്തം എനിക്ക് അക്സെപ്റ്റ് ചെയ്യണം. അഡ്രസ്സ് മൊത്തം അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം നിങ്ങളുടെ പേരുണ്ടാവും, പേര് കഴിഞ്ഞൊരു സ്പേസ് കഴിഞ്ഞതിന് ശേഷം അടുത്ത നിങ്ങളുടെ വീട്ടുപേരുണ്ടാവും, അത് കഴിഞ്ഞ ശേഷം നിങ്ങളുടെ ലൊക്കേഷൻ ഉണ്ടാവും, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഒരുപാട് സ്പേസുകൾ ഉണ്ടെങ്കിൽ, ഒരു സ്പേസ് ബൈ സ്പേസ് ഉണ്ടെങ്കിൽ അത് സ്കാനഫിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഒരാളുടെ പേര് പ്രവീൺ കുമാർ KS എന്നുള്ള എൻ്റെ പേര്, പ്രവീൺ കുമാർ എന്നുള്ള സിംഗിൾ പേര്, അത് കഴിഞ്ഞ ശേഷം ഒരു സ്പേസ് കഴിഞ്ഞിട്ട് കെ കഴിഞ്ഞൊരു സ്പേസ് കഴിഞ്ഞിട്ട് എസ്. ഇതെനിക്ക് സ്കാനഫില് മുഴുവനായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. പ്രവീൺ കുമാർ എന്ന ആ ഒരു പേര്, പ്രവീൺ കുമാർ എന്ന് പറയുന്ന സിംഗിൾ നെയിം, അത് മാത്രമേ എനിക്ക് സ്കാനഫിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
എനിക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടത് സ്കാനഫ് എന്ന് പറയുന്നത്, എനിക്ക് പ്രവീൺ കുമാർ എന്ന് പറയുന്നത് പേര് സെപ്പറേറ്റ് അണ്ടർസ്കോർ വെച്ചിട്ടല്ല എനിക്ക് വേണ്ടത്. ഇപ്പൊ നമ്മൾ എന്റെ പേര് പ്രവീൺ കുമാർ _ കെ _ ഉപയോഗിച്ചിട്ട് ആവശ്യമുണ്ടോ? എനിക്ക് എന്റെ പേര് വേണ്ടത് പ്രവീൺ കുമാർ KS എന്നാണ് വേണ്ടത്. അപ്പോൾ പ്രവീൺ കുമാർ ദെൻ സ്പേസ് ഉണ്ട്, ദെൻ കെ ഉണ്ട്, സ്പേസ് ഉണ്ട്, ദെൻ എസ് ഉണ്ട്. അവിടെ എനിക്ക് പ്രിന്റ് ചെയ്യേണ്ടത് പ്രവീൺ കുമാർ _ കെ _ എന്നല്ല വേണ്ടത്. അപ്പൊ അങ്ങനെ എന്റെ പേര് എങ്ങനെയാണോ ആ പേര് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സ്കാനഫ് വെച്ച് പറ്റില്ല. കാരണം സ്കാനഫിന് ഒരു പ്രോബ്ലം ഉണ്ട്. എപ്പോഴാണോ ഫസ്റ്റ് വൈറ്റ് സ്പേസ്, ദാറ്റ് ഈസ് സ്പേസ് കാണുന്നത്, ആ സ്പേസ് കണ്ടാൽ സ്കാനഫ് അവിടെ വെച്ചിട്ട് എക്സിറ്റ് ആവും, അവിടെ വെച്ച് റീഡിങ് സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെ ഒരു പ്രോബ്ലം സ്കാനഫിനുണ്ട്. സോ അങ്ങനെ വന്ന കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഗെറ്റ്സ് ആയിരിക്കും. അതായത് ത്രൂ ഔട്ട് ദ പ്രോഗ്രാം ഇനി വന്ന നമ്മുടെ എക്സർസൈസുകളിലും എവിടെയെങ്കിലും നമുക്ക് കൂടുതൽ ലെങ്തി ആയിട്ടുള്ള ഒരു പേര് നമുക്ക് യൂസ് ചെയ്യണം, ഒരു സ്ട്രിങ് നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഗെറ്റ്സ് ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ സ്കാനഫ് വെച്ചിട്ട് നമുക്ക് റീഡ് ചെയ്യാം. അത് റീഡ് ചെയ്യുന്നുള്ള മാർഗങ്ങളൊക്കെ നമ്മുടെ ഫോർമാറ്റഡ് ഇൻപുട്സ് കേസിൽ പറയുന്നുണ്ട്. അപ്പൊ അതൊന്ന് വായിച്ചു നോക്കുക. ഫോർമാറ്റഡ് ഇൻപുട്സ് കേസ് എങ്ങനെയാണ്, നമ്മളത് പ്രോഗ്രാമിൽ ഒരുപാട് യൂസ് ചെയ്യുന്നില്ല. അങ്ങനെ സിറ്റുവേഷൻ വന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഗെറ്റ്സ് ആണ്. സോ അപ്പൊ ഒരു ലൈൻ ഓഫ് ക്യാരക്ടർ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ഫംഗ്ഷൻ ഉണ്ടെന്ന് പറഞ്ഞു, സ്കാനഫും ഗെറ്റ്സും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ സ്കാനഫ് വെച്ചിട്ട് ഈ സ്പേസ് ഉണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, ഗെറ്റ്സ് വെച്ചിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഗെറ്റ് ക്യാർ വെച്ചിട്ട് നോക്കേ വേണ്ട, ഇറ്റ്സ് സിംഗിൾ ക്യാരക്ടർ മാത്രമേ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരു സിംഗിൾ കോട്ട്സ് കൊടുക്കുന്ന കാര്യം മാത്രം അക്സെപ്റ്റ് ചെയ്യാൻ ഗെറ്റ് ക്യാർ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. സോ there is a difference between scanf and gets. എന്തൊക്കെയായിരിക്കും അതിന്റെ ഡിഫറൻസ്? First difference. Then a scanf function can read input from the keyboard and dot according to the given format specifier. Scanf നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ഫോർമാറ്റ് സ്പെസിഫയർ. കാരണം സ്കാനഫ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ എന്തായാലും നമുക്ക് %d അങ്ങനെയുള്ള ഫോർമാറ്റ് സ്പെസിഫയർ കൺട്രോൾ സ്ട്രിംഗ് വേണം. അങ്ങനെ കൺട്രോൾ സ്ട്രിംഗ് വെച്ചിട്ടായിരിക്കും സ്കാനഫ് അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഗെറ്റ്സ് എന്ന് പറയുന്നതിന് നമുക്ക് അങ്ങനെ കൺട്രോൾ സ്ട്രിംഗ് ആവശ്യമില്ല. അതിനിപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നമ്മൾ എഴുതി കഴിഞ്ഞാൽ സ്കാനഫ് സ്കാനഫ് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ %d അല്ലെങ്കിൽ %c ആണെങ്കിൽ എന്തെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവും. സ്കാനഫ് %d കോമ ആംപർസൻഡ് a കൺട്രോൾ സ്ട്രിംഗ് യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിന്റെ സമയത്ത് ഗെറ്റ്സ് ആണെങ്കിൽ ഗെറ്റ്സ് ബ്രാക്കറ്റിൽ a, ദാറ്റ്സ് ഇനഫ്, ബ്രാക്കറ്റിൽ a മതി. ഇങ്ങനെയായിരിക്കും നമ്മൾ ആ ഡെഫിനേഷനിലുള്ളാവുന്ന ഡിഫറൻസ് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഡിഫറൻസ് പറയുന്നത് വൈറ്റ് സ്പേസ്. ദാറ്റ് ഈസ് ഫസ്റ്റ് വൈറ്റ് സ്പേസ് എവിടെയാണോ കൺസിഡർ ചെയ്യണത് അത് ഇൻപുട്ട് ക്യാരക്ടർ കൺസിഡർ ചെയ്യില്ല. അവിടെ വെച്ചിട്ട് നമ്മുടെ പ്രോഗ്രാം എക്സിറ്റ് ആവും. പ്രോഗ്രാമിൽ നമ്മുടെ റീഡിങ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും. അതാണ് നമ്മുടെ വൈറ്റ് സ്പേസ്. പക്ഷേ ഗെറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഗെറ്റ്സിൽ ഇൻപുട്ട് ക്യാരക്ടർ എവിടെ വെച്ചാൽ ന്യൂ ലൈൻ ക്യാരക്ടർ എപ്പോഴാണോ അക്സെപ്റ്റ് ചെയ്യണത്, ദാറ്റ് ഈസ് \n, ആ ലൈൻ എപ്പോഴാണോ തീരുന്നത് ആ ലൈൻ തീരുമ്പോൾ മാത്രമേ റീഡിങ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുള്ളൂ. കണ്ടീഷൻസ് ഉണ്ട്. നമ്മൾ കൊടുത്തേക്കുന്ന വേരിയബിളിന് അതിൻ്റെതായ മെമ്മറി ലൊക്കേഷൻ സ്പേസ് ഉണ്ട്, അത്രയും ലെങ്ത് ഉണ്ടാവണം. അതാണ് നെക്സ്റ്റ്. ദെൻ അതിന്റെ സിന്റാക്സിൽ ഇപ്പോൾ മോളി പറഞ്ഞത് തന്നെ സിന്റാക്സിൽ വരുന്ന കാര്യങ്ങൾ %d ആണെങ്കിൽ %d വേണം. ഇത് നമുക്ക് അതിന്റെ ആവശ്യമില്ല. ദെൻ ഡേറ്റ ടൈപ്പ് അതുപോലെ തന്നെ സ്കാനഫ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇപ്പോൾ %d നമ്മൾ യൂസ് ചെയ്തു. %d എന്ന് പറയുന്ന ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ ഡേറ്റ ടൈപ്പ് അവിടെ നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഇവിടെ നമുക്കാണെങ്കിൽ അതിന്റെ ഡേറ്റ ടൈപ്പ് ആവശ്യമില്ല. പിന്നെ സ്കാനഫിൽ നമുക്ക് ഒന്നിലധികം ഡേറ്റ ടൈപ്പുകളെ മിക്സഡ് ആയിട്ട് അക്സെപ്റ്റ് ചെയ്യാം. ഗെറ്റ്സിൽ അത് പറ്റില്ല. ഒരു എക്സാമ്പിൾ നോക്കിയാൽ സ്കാനഫ് %d then %f. d എന്ന് പറയുന്നത് ഇൻറ്റിജറും f എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റുമാണ്. &a, %b. പെർസെൻറ്റേജ് എയും %d-യും %f-ഉം. %d എന്ന് പറയുന്നത് ഇൻഡിജർ ഡേറ്റ ടൈപ്പും %f എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് പോയിന്റുമാണ്. ഇങ്ങനെ മിക്സഡ് ടൈപ്പിലുള്ള ഡേറ്റയെ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെന്റിൽ നമുക്ക് സ്കാനഫ് വെച്ച് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഗെറ്റ്സ് വെച്ചിട്ട് അത് പറ്റില്ല.
ഗെറ്റ്സ് വെച്ചിട്ട് ആദ്യം ഗെറ്റ്സ് എ ദെൻ ഗെറ്റ്സ് ബി എന്ന് സെപ്പറേറ്റ് ആയിരിക്കണം യൂസ് ചെയ്യുന്നത്. പിന്നെ ഈ ഗെറ്റ്സ് മജോറിറ്റി കാര്യങ്ങളിലും യൂസ് ചെയ്യുന്നത് ഇൻഡിജർ ഡാറ്റ ടൈപ്പിന് വേണ്ടിയിട്ടാണ്. സോറി, ഇൻഡിജർ അല്ല, ക്യാരക്ടർ അല്ലെങ്കിൽ സ്ട്രിങ്ങിന് വേണ്ടിയിട്ടാണ്. കാരണം അതിൽ അക്സെപ്റ്റ് ചെയ്യുന്നതെല്ലാം ഒരു സ്ട്രിങ് എന്നുള്ള മെത്തേഡിലായിരിക്കും അത് കൺസിഡർ ചെയ്യുക. ഇങ്ങനെയാണ് അത് യൂസ് ചെയ്യുന്നത്. സോ ക്ലിയർ? സോ ഇതാണ് നമ്മുടെ ഫോർമാറ്റഡ് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അല്ലെങ്കിൽ സിയിൽ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ്. ഇത്രയാണ് നമ്മുടെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഫങ്ഷൻസ് ഇൻ സി ലാംഗ്വേജ്. Any doubts? Clear ആയി എന്ന് വിചാരിക്കുന്നു. Any doubts?